പുരാണങ്ങളിൽ ശക്തിയേറിയ പല ദിവ്യധനുസ്സുകളെപ്പറ്റിയും പറയപ്പെടുന്നു. അവയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5 ദിവ്യധനുസ്സുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 ധനുസ്സുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതേതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ മുഴുവനായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഏൻഷ്യന്റ് സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പരമശിവന്റെ ഏറ്റവും ശക്തിയേറിയ ദിവ്യായുധങ്ങളിൽ ഒന്നാണ് പിനാകം. ധാരാളം പുരാണ ഇതിഹാസങ്ങളിൽ ഈ ധനുസിനെ പറ്റി പറയുന്നു. ത്രിപുരങ്ങളെ നശിപ്പിക്കുവാനായി മഹാദേവൻ തൻ്റെ ഏറ്റവും ശക്തിയേറിയ ഈ ദിവ്യധനുസ്സാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ദിവ്യാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ദിവ്യാസ്ത്രമായ പാശുപതം പോലും ഈ ധനുസിൽ നിന്നുമാണ് തൊടുത്തുവിടുന്നത്. അത്രയും കാഠിന്യമേറിയ ദിവ്യധനുസ്സാണ് പിനാകം. നാഗശ്രേഷ്ഠനായ വാസുകിയാണ് ഈ ദിവ്യധനുസിൻ്റെ ഞാണുകളായി മാറുന്നത്. കൂടാതെ മഹാവിഷം വമിക്കുന്ന 2 സർപ്പമുഖങ്ങൾ ഈ ധനുസിൻ്റെ ഇരുഭാഗങ്ങളിലായി കാണാൻ സാധിക്കും. അതിൽ നിന്നും വിഷം എപ്പോഴും പുറത്തേക്ക് പുറംതള്ളിക്കൊണ്ടിരിക്കുന്നു. പത്മപുരാണത്തിൽ ജലന്ധരനെ വധിക്കാൻ മഹാദേവൻ ഈ ധനുസ്സാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. പിനാകത്തെ ഉപയോഗിക്കുന്നതിനാൽ പിനാകി എന്നും പിനാകപാണി എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ശിവപുരാണ പ്രകാരം പിനാകമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയേറിയ ധനുസ്സെന്ന് പറയപ്പെടുന്നു. പ്രപഞ്ചപാലകനായ മഹാവിഷ്ണുവിൻ്റെ പക്കലുള്ള ദിവ്യായുധമാണ് ശാരംഗ. വൈഷ്ണവ മതപ്രകാരം ശാരംഗയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ധനുസ് എന്ന് പറയപ്പെടുന്നു. അതിനാൽ ശാരംഗപാണി എന്ന് മഹാവിഷ്ണുവിനെ അറിയപ്പെടുന്നു. വിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവർ ഈ ധനുസ് ഉപയോഗിച്ച് ധാരാളം യുദ്ധങ്ങളിൽ വിജയം വരിക്കുന്നുണ്ട്. ധാരാളം രത്നങ്ങൾ പതിപ്പിച്ച ഈ ധനുസിൻ്റെ ഞാണൊലി കേൾക്കുന്ന എതിരാളികൾക്ക് മോഹാലസ്യമുണ്ടാകുമെന്നും പറയപ്പെടുന്നു. അത്രയും ഭീകര ശബ്ദമാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. ഗാണ്ഡീവത്തെ പോലെ തന്നെ അതീവ ശക്തിയുള്ള മറ്റൊരു ദിവ്യധനുസ്സാണ് വിജയധനുസ്. ഈ ധനുസ് ധരിക്കുന്നവന് വിജയം സമ്മാനിക്കുന്നതിനാലാണ് ഇതിനെ വിജയധനുസ് എന്ന് വിളിക്കുന്നത്. വിജയധനുസിനെ പറ്റിയുള്ള ചരിത്രത്തെ പലപ്പോഴും തെറ്റായിട്ടാണ് പറയാറുള്ളത്. കാരണം വിജയധനുസ് കൊണ്ടാണ് മഹാദേവൻ ത്രിപുരങ്ങൾ ദഹിപ്പിച്ചത് എന്നൊരു കഥയുണ്ട്. പക്ഷെ അതൊരിക്കലും സത്യമല്ല. പകരം ബ്രഹ്മാവ് അസുരന്മാരോട് എതിരിടാൻ ദേവേന്ദ്രനായി നൽകിയ ധനുസ്സാണ് വിജയം. തുടർന്ന് ദേവേന്ദ്രൻ അത് പരശുരാമന് നൽകി. പരശുരാമൻ തൻ്റെ പ്രിയ ശിഷ്യനായ കർണന് അത് നൽകുന്നു. ഗാണ്ഡീവത്തെ പോലെ തന്നെ അതീവ ശ്രേഷ്ഠനും കായിക ബലവും കരുത്തുമുള്ളവനും മാത്രമേ ഈ ദിവ്യധനുസിനെ എടുത്തുയർത്തി അതിൽ നിന്നും വില്ല് കുലയ്ക്കാൻ സാധിക്കുകയുള്ളൂ. മഹാഭാരതത്തിൽ കർണന് ഇപ്രകാരമൊരു ധനുസ്സുണ്ടായിട്ടും കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാന നാളുകളിലാണ് അദ്ദേഹം ഈ ദിവ്യധനുസിനെ ഉപയോഗിക്കുന്നത്. അതുവരെയും തൻ്റെ ആത്മധൈര്യം കൊണ്ട് സാധാ ധനുസ്സുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരോട് അദ്ദേഹം എതിരിട്ടു. ബ്രഹ്മാവിനാൽ നിർമ്മിതമായ ഈ ധനുസ് പരമശിവൻ ഉൾപ്പെടെ ധാരാളം ദേവന്മാർ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. 108 ഞാണുകളോടുകൂടിയ ഈ ദിവ്യധനുസ് നിർമ്മിച്ചിരിക്കുന്നത് ദേവലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗാണ്ഡി എന്ന ദിവ്യവൃക്ഷത്തിൽ നിന്നുമാണ്. സുവർണ ശോഭയോടെ തിളങ്ങുന്ന ഈ ധനുസ് ഉയർത്തുവാൻ ശ്രേഷ്ഠനായൊരു പോരാളിക്ക് മാത്രമേ സാധിക്കൂ. ബ്രഹ്മാവ് 1000 വർഷം ഈ ധനുസ് സൂക്ഷിച്ചു. പ്രജാപതി 1000 വർഷം, ഇന്ദ്രൻ 3585 വർഷം, ചന്ദ്രദേവൻ 500 വർഷം, വരുണൻ 100 വർഷം, തുടർന്ന് അർജുനൻ 65 വർഷം ഗാണ്ഡീവം ഉപയോഗിച്ചു. ഏകദേശം 1,00,000 പേരോട് എതിരിടാൻ ഈ ദിവ്യധനുസിന് സാധിക്കുമെന്ന് പറയപ്പെടുന്നു. മഹാഭാരതത്തിൽ അർജുനൻ തൻ്റെ കീർത്തി വർദ്ധിപ്പിച്ചതിൻ്റെ മൂലകാരണം ഗാണ്ഡീവ ധനുസ്സാണ്. അതിനാൽ തന്നെ അർജുനൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ദിവ്യധനുസ്സാണ് ഗാണ്ഡീവം എന്നത്. പുരാണങ്ങളിൽ ഇത്രയും ആലങ്കാരികമായി വർണ്ണിച്ചിരിക്കുന്ന മറ്റൊരു ധനുസ്സുമില്ല എന്ന് തന്നെ പറയാം. മഹാദേവന്റെ പക്കലുള്ള മറ്റൊരു ദിവ്യധനുസ്സാണ് ത്രയംബകം. മഹാദേവൻ ഈ ധനുസ് ധർമ്മം നിലനിർത്താൻ അത് ദേവന്മാർക്കായി നൽകി. ദേവന്മാർ ഭൂമിയിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അസുര നിഗ്രഹത്തിനായി ഈ ധനുസിനെ ദേവരഥൻ എന്ന ചക്രവർത്തിക്ക് നൽകി. പുരാണങ്ങൾ അനുസരിച്ച് ഓരോ യുഗങ്ങൾ കഴിയും തോറും മനുഷ്യരുടെ ശക്തിയും വലിപ്പവും കുറഞ്ഞു വരും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്രകാരം ത്രയംബകം പിന്നീട് ആർക്കും തന്നെ ഉയർത്താൻ സാധിച്ചിരുന്നില്ല. ദേവരഥന്റെ വംശത്തിൽ ജനകൻ എന്ന മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ത്രയംബകത്തെ എടുത്തുയർത്തുന്നവനാരോ അവന് മാത്രമേ തൻ്റെ പുത്രിയെ വിവാഹം ചെയ്ത് നൽകൂ എന്ന് അദ്ദേഹം വിളംബരം ചെയ്തിരുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ മറ്റൊരു രാജാക്കന്മാർക്കും എടുത്തുയർത്താൻ സാധിക്കാത്ത ആ ധനുസിനെ എടുത്തുയർത്തുകയും അതിൻ്റെ ഞാണുകൾ ബന്ധിക്കവേ രാമൻ്റെ കരബലത്താൽ ആ ധനുസ് 2ആയി ഒടിയുകയും ഭീകരമായ ശബ്ദം പ്രവഹിക്കുകയും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഇപ്രകാരം ധാരാളം ദിവ്യധനുസുകൾ മഹാഭാരതത്തിലും മറ്റു പുരാണങ്ങളിലുമായി പറയപ്പെടുന്നുണ്ട്.
ഈ 5 ദിവ്യധനുസ്സുകൾ കൂടാതെ മറ്റുള്ള ദിവ്യധനുസ്സുകളെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുരാണ ഇതിഹാസങ്ങളിലെ ഇപ്രകാരമുള്ള മഹത്തായ ധനുസ്സുകളെ പറ്റി നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ തീർച്ചയായും ചെയ്യുന്നതാണ്. അതിനാൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.